ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് SIയുടെ 10 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു മിനിമം സ്റ്റാൻഡേർഡ് നിലനിർത്തിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, എന്നാൽ വേറെ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ഇല്ല. മിനിമം സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻ SSC മോഡലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 2000 ഒരു സാധനത്തിൻ്റെ വില 25% വർദ്ധിപ്പിച്ചു. 2001 40% വർദ്ധിച്ചു. 2002 30% കുറഞ്ഞു. 2003 തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980 രൂപ ആണെങ്കിൽ 2000 തുടക്കത്തിൽ സാധനത്തിൻ്റെ വില എത്ര? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ വേറെ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്ത് മാറ്റും. അത് വേറെ അല്ല. എന്ന് വെച്ചാൽ ഒരു സാധനത്തിന് 2000 ഉള്ള വില 2000 എന്ന് പറയുന്ന വർഷത്തിൽ അതിൻ്റെ വില, ആ സാധനത്തിൻ്റെ വില 25% വർദ്ധിപ്പിച്ചു. പിന്നെന്താ പറഞ്ഞേ, 2001 ആയപ്പോഴത്തേക്കും പിന്നെ അടുത്ത വർഷമായപ്പോൾ അത് 40% വർദ്ധിപ്പിച്ചു. 2001 ആയപ്പോൾ 2002 ആയപ്പോഴത്തേക്ക് അത് 30% വർദ്ധിപ്പിച്ചു. 2003 ആയപ്പോഴത്തേക്ക് അതിൻ്റെ വില എത്രയാണ്? 980 രൂപയാണ്. എങ്കിൽ 2000 അതിൻ്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ നമുക്ക് സാധാ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഒരു രീതി ഞാൻ ചെയ്തതാണ്. വെച്ചാൽ നമ്മൾ എക്സ് ഇട്ടത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എക്സ്, ഇത് 2000 ഈ സാധനത്തിൻ്റെ വില നമ്മൾ എക്സ് എന്ന് എടുക്കും. 2000 സാധനത്തിൻ്റെ വില എക്സ്. ഓക്കെയാണ്. 2000 സാധനത്തിൻ്റെ വില എക്സ്. ഓക്കെ, ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 100%. ക്ലിയർ ആണേ? യഥാർത്ഥ വില 100%. അത് 10% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 110%. 20% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് 120%. 30% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് 130%. 10% കുറച്ചു എന്ന് പറഞ്ഞാൽ അത് 90%. 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് 80%. 30% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് 70%. ഇതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്ര ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി 2000 ആ സാധനത്തിന് വില X രൂപയാണ്. ഓക്കെ, ഇനി എന്ത് സംഭവിച്ചു? 2001 ആയപ്പോഴത്തേക്ക് അതിൻ്റെ വില 25% വർദ്ധിപ്പിച്ചു. 25% വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് 125%. അത് 125%. ഓക്കെ ആണല്ലോ? പിന്നെന്താ പറയുന്നത്? അത് 2002 ആയപ്പോഴത്തേക്ക് 40% വർദ്ധിപ്പിച്ചു. 40% വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ എന്താ? 140%. ഓക്കെ ആണല്ലോ? പിന്നെന്താ പറയുന്നത്? അത് 2002 ആയപ്പോഴത്തേക്ക് അത് 30% കുറഞ്ഞു. 30% കുറഞ്ഞു എന്ന് വെച്ചാൽ 70%. 2002. ഓക്കെ, 2003 ആയപ്പോഴത്തേക്ക് അതിൻ്റെ വില എന്ന് പറയുന്നത് എത്രയായി? 980 രൂപയായി. 980 രൂപയായി. ക്ലിയർ ആണേ? അപ്പോൾ എന്താ, ഇപ്പോൾ 2000 അതിൻ്റെ വില എക്സ് ആണ്. 2001 ആയപ്പോൾ അത് 25% വർദ്ധിച്ചു, 125%. ഓക്കെ, 2002 ആയപ്പോഴത്തേക്ക് അത് എന്താണ്? 40% വർദ്ധിച്ചു, 140. 2003 ആയപ്പോഴത്തേക്ക് അത് ഈ 30% കുറച്ച് 70%-ലെത്തി. ഇപ്പോഴതിൻ്റെ വില എന്ന് വെച്ചാൽ 2003 അതിൻ്റെ വില 980 രൂപ. എങ്കിൽ 2000 എക്സ് എന്നല്ലേ എടുത്തേക്കുന്നത്? ഈ എക്സ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കണ്ടുപിടിക്കേണ്ട എക്സ് മാത്രം അവിടെ നിലനിർത്തുക. ബാക്കിയുള്ളതിന് എല്ലാം അങ്ങ് സമത്തിനപ്പുറത്തോട്ട് നമ്മളങ്ങ് കൊണ്ടുപോകും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ 980 സമത്തിനപ്പുറം കിടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? നമ്മൾ എന്ത് ചെയ്യാം? വരയുടെ താഴെ 100 കിടക്കുന്നത് ഹരിച്ചു വെക്കുക. അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. വരയുടെ മേളിൽ പോകണം. ഗുണിക്കുമ്പോൾ വരയുടെ മേളിൽ പോകും. അതേപോലെ തന്നെ വരയുടെ മേളിലാണ് 125 കിടക്കുന്നത്. അത് ഗുണിച്ചേക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു വരയുടെ മേളിലാണ് എന്ത് കിടക്കുന്നത്? വരയുടെ മേളിൽ 140 കിടക്കുന്നത്. സമത്തിന് ഇപ്പുറം വരുമ്പോൾ സമത്തിനപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം. ഇതെല്ലാം എന്ന് വെച്ചാൽ തിരിഞ്ഞ് വീഴും. എന്ന് വെച്ചാൽ വരയുടെ താഴെ കിടന്ന് 100 മേളിൽ പോയി, വരയുടെ മേളിൽ കിടന്ന് 140 താഴെ വന്നു. ഓക്കെ, അതേപോലെ തന്നെ വരയുടെ മേളിൽ കിടന്ന 70 താഴെ വന്നു, 100 മേളിലും പോയി. 100/70. ഇത്രയേ ഉള്ളൂ. ഇത് വെട്ടി ചെയ്യുന്ന ഇതിൻ്റെ ആൻസറാണ്. ഇത് വെട്ടി അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ വെട്ടി അങ്ങ് നിരത്താൻ പോകും. ഇതാ നോക്കിയോ, ഈ 0 വെട്ടി, ഈ 0 വെട്ടി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ വെട്ടാം? വേണ്ടേ? ഓക്കെ, വെട്ടി. നമുക്ക് ഇനി എങ്ങനെ വെട്ടാം? വേണ്ടേ? 5 25 125, 4 25 100. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി വെട്ടാം. 1 5 5, ഈ 5 10, ഈ 10. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ വെട്ടാം. 1 7 7,
177 177 ശിഷ്ടം 2 4 7 28 ഈ 14 ഈ 14 ഇവിടെ ക്യാൻസലായിപ്പോൾ. ക്ലിയർ ആവുന്നല്ലോ? ഓക്കെ. 2 ഗുണം 4 എന്ന് വെച്ചാൽ 8. 2 ഗുണം 4 8. ഈ 10ൻ്റെ 0 ഇവിടെ കൊടുക്കാം. ഈ 80ൻ്റെ 0 ഇവിടെ കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 800 രൂപയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതിൻ്റെ ഫൈനൽ ആൻസർ 800 എന്ന് വെച്ചാൽ അതിൻ്റെ സാധനത്തിൻ്റെ വില 800 രൂപയായിരുന്നു. ഈ 800 രൂപ വിലയുള്ള സാധനം 2001 ആയപ്പോഴത്തേക്ക് അത് 125% വർദ്ധിച്ചു. 2002 ആയപ്പോൾ 150% വർദ്ധിച്ചു. 2003 ആയപ്പോൾ അത് 70% വർദ്ധിപ്പിച്ചു. കുറഞ്ഞപ്പോൾ അത് 980 രൂപയായി. എങ്കിൽ അതിൻ്റെ 2000 തുടക്കത്തിലുള്ള വില എന്ന് പറയുന്നത് 800 രൂപയാണ്. ക്ലിയർ ആണല്ലോ? വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തിരിച്ചിടുക, വെട്ടി കളയുക, കാര്യം ആൻസർ കിട്ടും. 800 രൂപയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം യഥാക്രമം 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിച്ചു ഒരു ബിസിനസ് ആരംഭിച്ചു. ഒരു വർഷത്തിന് ശേഷം മിസ്റ്റർ എക്സ് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതേസമയം മിസ്റ്റർ വൈ ബിസിനസ്സിൽ നിന്ന് 1,00,000 രൂപ പിൻവലിച്ചു. 2 വർഷം കഴിയുമ്പോൾ മൊത്തം ലാഭം 6,60,000 രൂപ ആണെങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്ര രൂപ? എത്ര? ഓക്കെ ആണല്ലോ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എക്ക് ഒന്നാമത്തെ ഓപ്ഷൻ 30,000 രൂപ 3 ലക്ഷം രൂപ വീതം. രണ്ടാമത്തെ ഓപ്ഷൻ 3,60,000 രൂപ വീതം. സി ഓപ്ഷൻ മിസ്റ്റർ എക്സിന് 3 ലക്ഷം രൂപയും മിസ്റ്റർ വൈക്ക് 3,60,000 രൂപയും. അടുത്തത് ഡി ഓപ്ഷൻ മിസ്റ്റർ എക്സിന് 3,60,000 രൂപയും മിസ്റ്റർ വൈക്ക് 3 ലക്ഷം രൂപയും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ PSC നിന്ന് മാറി SSCക്കകത്ത് ക്വസ്റ്റ്യൻ ആണ്. SSCയുടെ ലെവലിൽ ക്വസ്റ്റ്യൻ, പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പോർഷനകത്ത് ക്വസ്റ്റ്യൻ അത്. ഓക്കെ, PSC അങ്ങനെ വളരെ റെയറായിട്ട് ചോദിക്കുക. PSC അങ്ങനെ വളരെ റെയറായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണിത്. മനസ്സിലായല്ലോ? നമുക്കിതെങ്ങനെ എളുപ്പം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് തന്നെ കോമ്പൗണ്ട് എന്ന റേഷ്യോ 2 രീതിയിലാണ്, സിമ്പിളും കോമ്പൗണ്ടുമായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഈ റേഷ്യോസ് നമ്മൾ ഈ പാർട്ണർഷിപ്പിനകത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷത്തിൽ ഒരു ഫിക്സഡ് എമൗണ്ടിലേക്കാണ്, വർഷത്തേക്കാണ് ഇത് ഇട്ടേക്കുന്നതെങ്കിൽ അത് സിമ്പിളാണ്, സിമ്പിൾ രീതിയിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ പോകുന്നത്. പക്ഷേ അത് വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് ഇടുന്ന പൈസയുടെ വേരിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ കോമ്പൗണ്ട്, നമ്മളത് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എങ്കിലും ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് പോകാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റർ എക്സ് പ്രതിവർഷം നിക്ഷേപിച്ചിരിക്കുന്നത് 2,50,000 രൂപ ആദ്യത്തെ വർഷം നിക്ഷേപിച്ചു. ഓക്കെ, അതുപോലെ മിസ്റ്റർ വൈ ആദ്യത്തെ വർഷത്തിൽ 5 ലക്ഷം രൂപയും നിക്ഷേപിച്ചു. ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ എക്സിൻ്റെയും വൈക്കും അവർ ഏത് റേഷ്യോയിലാണ് ഈ കാശ് വീതിക്കാൻ പോകുന്നതെന്ന് നോക്കണം. അവർ നിക്ഷേപിച്ച തുകയുടെ റേഷ്യോയിലായിരിക്കും അവരെന്താണ് അവരുടെ ക്യാപിറ്റലിൻ്റെ റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് അവർ വീതിക്കുന്നത്. എങ്ങനെ? ഈ ക്യാഷ് എത്ര നാൾ എത്ര രൂപ അതിൽ കടന്നു, അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കടന്നു, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റേഷ്യോ തീരുമാനിക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യാം, എക്സിൻ്റെയും വൈയുടെയും റേഷ്യോ ഒന്ന് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ടു വൈ, എക്സിൻ്റെ വൈയുടെയും പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും പ്രോഫിറ്റ് റേഷ്യോ ഓക്കെ ആണോ? നിങ്ങൾ ഇത്ര ഓക്കെ ആണല്ലോ? എക്സിനും വൈക്കും എങ്ങനെയാണ് പ്രോഫിറ്റ് റേഷ്യോ അവർ വീതിക്കുന്നതെന്ന് നോക്കാം. എക്സ് ആദ്യത്തെ ഒരു വർഷം വരെ 2,50,000 രൂപ നിക്ഷേപിച്ചു ആദ്യത്തെ ഒരു വർഷം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് ഈസ് ടു വൈ എന്ന് പറയുമ്പോൾ ആദ്യം ആരുടെ പേരാണോ എഴുതിയേക്കുന്നത് അവരുടെ റേഷ്യോ ആദ്യം, രണ്ടാമത് ആരുടെ പേര് എഴുതിയേക്കുന്നത് അവരുടെ റേഷ്യോ രണ്ടാമതും. അതാണ് എൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് ആദ്യത്തെ വർഷം 2,50,000 രൂപയാണ് നിക്ഷേപിച്ചേക്കുന്നത്. 2,50,000 രൂപ എത്ര വർഷത്തേക്ക്? ഒരു വർഷത്തേക്ക് അമൗണ്ട് ഇൻറ്റു 1. ഓക്കെ, പിന്നീട് എന്ത് പറയുന്നു? ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു 2,50,000 രൂപയുടെ നിക്ഷേപിച്ചു. അടുത്തൊരു വർഷവും കൂടെ 2,50,000. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം വരെ അയാൾക്ക് 2,50,000 രൂപയേ ഉള്ളൂ. പ്ലസ് രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അയാൾക്ക് എന്താണ് വീണ്ടും അല്ല 2,00,000 രൂപ 2,50,000 രൂപയുടെ 2,50,000 രൂപയുടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വർഷം അയാളുടെ മൊത്തം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. മനസ്സിലായി? ആദ്യത്തെ ഒരു വർഷം വരെ 2,50,000 രൂപ, അടുത്ത ഒരു വർഷം അയാൾ 2,50,000 രൂപയുടെ വീണ്ടും നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപ. അടുത്ത ഒരു വർഷം എന്ന് വെച്ചാൽ അടുത്തൊരു വർഷം 5 ലക്ഷം രൂപയാണ് മിസ്റ്റർ എക്സിൻ്റെ
തുക എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഈസ് ടു. ഇതാണ് ആരുടെ റേഷ്യോ എന്ന് പറയുന്നത്? എക്സിന്റെ റേഷ്യോ. ഇനി വൈക്ക് എത്ര? 5 ലക്ഷം രൂപ വൈ നിക്ഷേപിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഓക്കെ ആണല്ലോ. ഓക്കെ, ഈ 5 ലക്ഷം രൂപ എത്ര വർഷം വരെ? 1 വർഷം വരെ അവിടെ നിക്ഷേപിക്കുന്നുണ്ട്, 1 വർഷം വരെ. ഇനി അടുത്ത രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ 1 വർഷം വരെ 5 ലക്ഷം രൂപ ഓൾറെഡി ഉണ്ട്. രണ്ടാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് അയാൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് 1 ലക്ഷം രൂപ അങ്ങ് പിൻവലിക്കുകയോ ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട്? രണ്ടാമത്തെ ആ 1 വർഷം അയാൾക്ക് 4 ലക്ഷം രൂപയേ ഉള്ളൂ ബിസിനസ്സിൽ. 4 ലക്ഷം രൂപ. അപ്പം 4 ലക്ഷം ഇൻറ്റു 1, 4 ലക്ഷം ഇൻറ്റു 1. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. എക്സ് ഈസ് ടു വൈ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാതെ ഇവിടെ എന്താ? 2 ലക്ഷം 2.5 ലക്ഷം രൂപ ഇൻറ്റു 1 എന്ന് വെച്ചാൽ 2.5 ലക്ഷം. 5 ലക്ഷം ഇൻറ്റു 1 എന്ന് വെച്ചാൽ 5 ലക്ഷം. മൊത്തത്തിൽ എന്താ? 2.5 ലക്ഷം പ്ലസ് 5 ലക്ഷം എന്ന് വെച്ചാൽ 7,50,000 രൂപയാണ്. 7,50,000 എന്താ? 2.5 ഇൻറ്റു 1 2.5, 5 ഇൻറ്റു 1 5. അപ്പോൾ 2.5 ലക്ഷം 5 ലക്ഷത്തോടെ പിന്നെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ അയാൾക്ക് 7.5 ലക്ഷം രൂപയാണ് അയാളുടേതായിട്ട് നമ്മുടെ ഈ കാലാവധി തീരുന്ന വഴിയായിട്ട് അവിടെ കിടക്കുന്നതായിട്ട് നമ്മൾ കൂട്ടേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത നോക്കണം. ഒരാൾ 5 ലക്ഷം രൂപ വരെ 1 വർഷം, 5 ലക്ഷം ഇൻറ്റു 1. അടുത്ത 1 വർഷത്തേക്ക് 4 ലക്ഷം. അപ്പം 4 ലക്ഷം ഇൻറ്റു 1, 4 ലക്ഷം ഇൻറ്റു 1 5 ലക്ഷം ഇൻറ്റു 1 കൂടെ കൂട്ടുമ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 5 ലക്ഷം ഇൻറ്റു 1 5 ലക്ഷം, 4 ലക്ഷം ഇൻറ്റു 1 4 ലക്ഷം. അപ്പോൾ 5 4 9 ലക്ഷം രൂപയാണ് അയാളുടെ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, 9 ലക്ഷം രൂപ. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? 2.5 ലക്ഷം രൂപ വെച്ച് 1 വർഷം. അടുത്തൊരു വർഷം അയാൾ 2.5 ലക്ഷം കൂടെ കൂടുമ്പോൾ 5 ലക്ഷം. അപ്പോൾ 5 ലക്ഷം രൂപ വീണ്ടും 1 വർഷം. അപ്പോൾ മൊത്തത്തിൽ 7.5 ലക്ഷം ഒന്ന് കൂട്ടുക. ഇനി 5 ലക്ഷം രൂപ ആദ്യത്തെ 1 വർഷം വൈയുടെ. പിന്നെന്തുവാ? എക്സ്. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ 1 ലക്ഷം രൂപ പിൻവലിക്കുക. പിന്നെ 4 ലക്ഷം 4 ലക്ഷം ഇൻറ്റു 1 വർഷം. മൊത്തത്തിൽ 9 ലക്ഷം ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ഇനി വെട്ടി ചെറുതാക്കുന്നതാണ് അയാളുടെ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 പൂജ്യം ഇവിടുന്ന് ഒരു 4 പൂജ്യം കൂടെ വെട്ടാം. ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് 15 വെച്ച് വെട്ടാം. 5 15 75, 6 15 90, 6 15 90. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇവർ പ്രോഫിറ്റ് വീതിക്കുന്ന റേഷ്യോ ആണ് 5:6 എന്ന റേഷ്യോയിലാണ് ഒരു പ്രോഫിറ്റ് വിധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ x:y എന്ന് പറയുന്നത് 5:6 എന്ന റേഷ്യോയിൽ അവരെ ക്യാഷ് വീതിക്കാൻ പോവാം. ഇവിടെ ഒരു ഓക്കെ ആണേ. 5:6 അവരുടെ മൊത്തം വരുമാനം 5:6. അപ്പോൾ ആദ്യം എഴുതിയേക്കുന്ന പേര് എക്സിൻ്റെ ആയതുകൊണ്ട് എക്സിന് 5 റേഷ്യോയും, രണ്ടാമത് വൈയുടെ പേര് എഴുതിയേക്കുന്നുണ്ട് വൈക്ക് 6 റേഷ്യോ കൊടുത്തേ പറ്റൂ. 5 റേഷ്യോയും 6 റേഷ്യോയും കൊടുക്കണം. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം. ഇനി ഓരോരുത്തരും നോക്കാം. എക്സിന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് മൊത്തം നോക്കാം. 5ഉം 6 കൂട്ടും. 5 6 കൂടുമ്പോൾ 11. ഈ 11ൽ 5 ഭാഗം, 5 6 കൂടുമ്പോൾ 11. ഈ 11ൽ 5 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? എക്സിന് കിട്ടുന്നത്. ആ 11ൽ 5 ഭാഗം. മൊത്ത റേഷ്യോ ആണ് 11. 11ൽ 5 ഭാഗമേ ഉള്ളൂ. കാരണം ഈ മൊത്ത റേഷ്യോ എന്ന് പറയുന്നത് അവിടുത്തെ അവർക്ക് കിട്ടുന്ന ലാഭമായ 6,60,000 രൂപ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റു 6,60,000. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് വെട്ടാം. ഒരു 11 11, 6 11 66, 6 30, 3 ലക്ഷം രൂപ. ഒരാൾക്ക് കിട്ടുന്നത് 3 ലക്ഷം രൂപയാണ്. ഒരാൾക്ക് 3 ലക്ഷം കിട്ടുവാണെങ്കിൽ അതിൻ്റെ ബാലൻസ് ആയിരിക്കും മറ്റേ ആൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വൈക്ക് കിട്ടുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. വൈയുടെ തുക എന്ന് വെച്ചാൽ മൊത്തത്തിൽ 11 അല്ലയോ? 11ൽ 6 ഭാഗമാണ് വൈക്ക് കിട്ടുന്നത്. 11ൽ 6 ഭാഗമാണ് വൈക്ക് കിട്ടുന്നത്. ഇൻറ്റു എത്ര? 6,60,000 എന്ന് എഴുതാം. 6,60,000. വെട്ട ഒരു 11 11, 6 11 66, 6 36, 3,60,000 രൂപ. 3,60,000 രൂപയാണ് എന്തെന്ന് കിട്ടുന്നത്? വൈക്ക് കിട്ടുന്നത്. അപ്പോൾ എക്സിന് കിട്ടുന്നത് 3 ലക്ഷം രൂപ, വൈക്ക് കിട്ടുന്നത് 3,60,000 രൂപ. ഒന്നും കൂടെ പറയാം. നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആദ്യത്തെ വർഷം ഈ 2,50,000 രൂപ ഇടുന്നു ആ 1 വർഷം വരെ. പ്ലസ് രണ്ടാമത്തെ വർഷം വീണ്ടും 2,50,000 ഇടുമ്പോൾ രണ്ടാമത്തെ വർഷമായിട്ട് രണ്ടാമത്തെ ആ 1 വർഷം വരെ 5 ലക്ഷം രൂപ കാണുന്നുണ്ട്, നിക്ഷേപിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5ഉം 1 വർഷത്തേക്ക് 2.5 ലക്ഷവും 1 വർഷത്തേക്ക് 5 ലക്ഷവും എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ 7.5 ലക്ഷമായിരിക്കും അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് ഒരാൾ 5 ലക്ഷം രൂപയാണ് 1 വർഷത്തേക്ക് നിക്ഷേപിക്കുന്നത്. അടുത്ത വർഷമായപ്പോൾ 1 ലക്ഷം രൂപ പിൻവലിച്ചു. 1 വർഷം 4 ലക്ഷം രൂപ ഇടുന്നു. അപ്പോൾ 5 4 9 ലക്ഷം ഒന്ന് കണക്ക് കൂട്ടുക. ഓക്കെ, അപ്പോൾ എന്താ? ഒരാൾ 7.5 ലക്ഷം, ഒരാൾ 9 ലക്ഷം. നമ്മളത് വെട്ടി ചെറുതാക്കി 4 പൂജ്യം വീതം വെട്ടി 75:90 15 വെച്ച് കിട്ടുമ്പോൾ 5 15
75, 6, 15, 90. അപ്പോൾ 5:6 എന്ന റേഷ്യോയിലായിരിക്കണം അവർക്ക് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് അവർ വീതിക്കുന്നത്. അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് 5:6 എന്ന റേഷ്യോയിൽ വീതിക്കണം. ആ മൊത്തം 11 റേഷ്യോ ഉണ്ട്. 5 6 കൂടുമ്പോൾ 11 റേഷ്യോയിൽ 5 റേഷ്യോ എക്സിന് കൊടുക്കണം, 6 റേഷ്യോ വൈക്കും കൊടുക്കണം. അപ്പോൾ 5/6 5/11 × 66,000 മൊത്തം 66,000 അല്ല 6,60,000 ആണ് അവർക്ക് കിട്ടിയേക്കുന്നത്. രണ്ടാമത്തെ ആക്കി കിട്ടിയേക്കുന്നത് 11-ൽ 6 × 6,60,000. ഇത് വെട്ടുമ്പോൾ 3,60,000 രൂപയും കിട്ടും. ബി ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 km/മണിക്കൂർ വേഗത്തിലും പിന്നെ അടുത്ത 14 കിലോമീറ്റർ 7 km/മണിക്കൂർ വേഗത്തിലും അവസാന 16 കിലോമീറ്റർ 8 km/മണിക്കൂർ വേഗത്തിലും ഓടുന്നു എങ്കിൽ അത്ലറ്റിൻ്റെ ശരാശരി വേഗത എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. എങ്ങനെയാണ് ഡിസ്റ്റൻസ്? മൊത്തം സഞ്ചരിച്ച ദൂരത്തെ, ടൈമോ ആകെ സഞ്ചരിച്ച സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് അയാൾ മൊത്തം എത്ര ദൂരം സഞ്ചരിച്ചോ അതിനെ അയാൾ ആകെ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് മൊത്തം സഞ്ചരിച്ച ദൂരം പറയുന്നുണ്ട് 50 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യമുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, 50 കിലോമീറ്റർ എന്നുണ്ട്. ക്ലിയർ ആണേ? ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇനി വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ടൈമും കൂടെ വേണം. പക്ഷെ ടൈം അവർ തന്നിട്ടില്ല. ടൈം തന്നിട്ടില്ലാത്തതുകൊണ്ട് അത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നുണ്ട് ആദ്യത്തെ 20 കിലോമീറ്റർ 5 km/h വേഗതയിലാണെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ 20 കിലോമീറ്റർ 5 km/h വേഗത. അപ്പോൾ 20 കിലോമീറ്റർ അത് ദൂരമാണ്. വേഗത 5 കിലോമീറ്റർ 5 km/h വേഗതയിലും. അപ്പോൾ വേഗതയും തന്നു എങ്കിൽ ടൈം കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തോ? ടൈം 1. നമുക്ക് പെട്ടെന്ന് ടൈം 1 T1 = മൊത്തം സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 20 കിലോമീറ്ററിനെ അയാൾ സഞ്ചരിക്കാൻ എടുത്ത സമയം എത്ര? 5 മണിക്കൂറുണ്ട്. അപ്പോൾ എന്താ? കിലോമീറ്ററിനെ അയാളുടെ എടുത്ത സമയം 5 മണിക്കൂർ കൊണ്ട് വരുമ്പോൾ 20 5 വെച്ചെടുക്കുമ്പോൾ 4 അവർ. സോറി, ഇത് കിലോമീറ്റർ/h അല്ലേ? 5 km/h അല്ലേ? ഓക്കെ, km/h ആണ്. കിലോമീറ്ററും വെട്ടിപ്പോൾ 4 അവർ എന്ന് കിട്ടും, 4 മണിക്കൂർ എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അയാൾ ആദ്യത്തെ 20 കിലോമീറ്റർ സഞ്ചരിച്ചത് 5 km/h വേഗതയിൽ എന്ന് വെച്ചാൽ അയാൾ എടുത്ത സമയം 4 മണിക്കൂർ. ഇനി അടുത്തത് രണ്ടാമത്തെ ടൈം 2 കണ്ടുപിടിക്കാം. അയാൾ മൊത്തം രണ്ടാമത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 14 കിലോമീറ്റർ. അയാൾ എടുത്ത സമയം വേഗത എന്ന് പറഞ്ഞാൽ 7 km/h ആണ്. 14 7 വെച്ചരിക്കുക. അപ്പോൾ എത്ര കിട്ടി? 2 മണിക്കൂർ എന്ന് കിട്ടി. അടുത്തത് മൂന്നാമത്തത് അയാൾ സഞ്ചരിച്ചത് ടൈം 3 എന്ന് പറയുന്നത് മൊത്തം സഞ്ചരിച്ചത് 16 കിലോമീറ്റർ ആണ്. അയാൾ എടുത്ത ടൈം എന്ന് പറയാൻ വേഗത എന്ന് വെച്ചാൽ 8 ആണ്. 16 8 വെച്ചിരിക്കുമ്പോൾ എത്ര കിട്ടി? 2 മണിക്കൂർ എന്ന് കിട്ടും. 2 മണിക്കൂർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ അത് ആദ്യം 4 മണിക്കൂർ സഞ്ചരിച്ചു, പിന്നെ 2 മണിക്കൂർ സഞ്ചരിച്ചു, പിന്നെ 2 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പോൾ അയാളുടെ മൊത്തം ടൈം, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര? 4 + 2 + 2 8 മണിക്കൂർ അയാൾ മൊത്തത്തിൽ സഞ്ചരിച്ചു. അയാൾ ടോട്ടൽ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ. അയാൾ മൊത്തം സഞ്ചരിച്ച ദൂരം 50 കിലോമീറ്റർ. അയാൾ മൊത്തം സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ. ഓക്കെ, എങ്കിൽ സ്പീഡും കിട്ടി, നമുക്ക് എന്ത് കിട്ടി? ഡിസ്റ്റൻസും കിട്ടി, ടൈമും കിട്ടി. എങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. ക്ലിയർ ആണല്ലോ? ഡിസ്റ്റൻസ് അത് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അയാൾ മൊത്തം സഞ്ചരിച്ചത് 50 കിലോമീറ്റർ ദൂരമാണെന്ന് സഞ്ചരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ടൈം ഓൾറെഡി ഇതാ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്ര? നമ്മൾ കണ്ടുപിടിച്ച് 4 2 6 2 8 മണിക്കൂർ. നമ്മൾ തന്ന ഇൻഫർമേഷൻ, ക്വസ്റ്റ്യന് തന്നേക്കുന്ന ഇൻഫർമേഷൻ വെച്ച് അയാൾ മൊത്തം സഞ്ചരിക്കാൻ എടുത്ത സമയം 8 മണിക്കൂർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 8 മണിക്കൂർ കൊണ്ട് ഹരിക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ വെട്ടാം. 8 6 8 48 ശിഷ്ടം 2 വരും.
ഇഷ്ടം 2 വരും. പോയിന്റ് കൊടുത്തിട്ട് 0 ഈരട്ട് 16 ഇഷ്ടം 4 I8 40. ഓക്കെ, ആൻസർ 6.25 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 6.25 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് 6.25 കിലോമീറ്റർ പെർ അവർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാളുടെ ശരാശരി വേഗതയാണ് നമുക്ക് വേണ്ടത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, അയാളുടെ ഉത്തരം ഒന്നുകൂടെ പറയാം. അയാളുടെ ശരാശരി വേഗതയാണ് നമുക്ക് വേണ്ടത്. അയാളുടെ ശരാശരി വേഗത കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ മൊത്തം സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിക്കണം. അയാൾ മൊത്തം സഞ്ചരിച്ച ദൂരം ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 50 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന്. പക്ഷെ അയാൾ മൊത്തം സഞ്ചരിച്ച സമയം തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ? മൊത്തം സഞ്ചരിച്ച ദൂരത്തെ അയാൾ സഞ്ചരിക്കാനെടുത്ത ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത വേഗത കൊണ്ട് ഹരിക്കണം. അപ്പോൾ സഞ്ചരിക്കാനെടുത്ത ദൂരം എന്ന് വെച്ചാൽ 20 കിലോമീറ്റർ, വേഗത 5, അതുകൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് അയാൾ ഈ 20 കിലോമീറ്റർ സഞ്ചരിക്കാൻ 4 മണിക്കൂറും, അടുത്ത 14 കിലോമീറ്റർ സഞ്ചരിക്കാൻ അയാൾ 2 മണിക്കൂറും, അടുത്ത 16 കിലോമീറ്റർ സഞ്ചരിക്കാൻ അയാൾ 2 മണിക്കൂറും എടുത്ത്. അപ്പോൾ മൊത്തത്തിൽ അയാൾ എത്ര മണിക്കൂർ എടുത്തു? 8 മണിക്കൂർ എടുത്തു. 4 2 6 2 8. അപ്പോൾ മൊത്തം സഞ്ചരിക്കാൻ എടുത്ത സമയം 8 മണിക്കൂർ. മൊത്തം സഞ്ചരിക്കാൻ എടുത്ത ദൂരം 50 കിലോമീറ്റർ. എങ്കിൽ മൊത്തം സഞ്ചരിക്കാൻ എടുത്ത അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. ദൂരം 50 കിലോമീറ്റർ, സമയം 8 മണിക്കൂർ. 50-8 വെച്ചിരിക്കുമ്പോൾ 6.25 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. മണിക്കൂറിൽ 64 കിലോമീറ്ററിലും മണിക്കൂറിൽ 46 കിലോമീറ്ററിലും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ 2 മിനിറ്റുള്ളിൽ പരസ്പരം കടന്നു പോകുന്നു. ആദ്യത്തെ വാഹനത്തിന്റെ നീളം 150 മീറ്റർ എങ്കിൽ രണ്ടാമത്തെ വാഹനത്തിന്റെ നീളം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണിക്കൂറിൽ 64 കിലോമീറ്ററും മണിക്കൂറിൽ 46 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങളാണ്. മനസ്സിലായല്ലോ? ഓക്കെ, 2 മിനിറ്റിൽ ഇവ പരസ്പരം മറികടന്നു പോകുന്നുണ്ട് എങ്കിൽ ഈ ആദ്യത്തെ വാഹനത്തിന്റെ നീളം 150 മീറ്റർ എന്ന് പറയുന്നു, രണ്ടാമത്തെ വാഹനത്തിന്റെ നീളം എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 വാഹനങ്ങൾ പരസ്പരം സമാന്തര പാതയിൽ ഒരേ ദിശയിൽ പരസ്പരം മറികടന്നാലും ഒരേ ദിശയിൽ പരസ്പരം മറികടന്നാലും എതിർ ദിശയിൽ പരസ്പരം മറികടന്നാലും 2 വാഹനങ്ങളാണ്, 2 ട്രെയിനുകളാണ്. ഒരേ ദിശയിൽ പരസ്പരം മറികടന്നാലും എതിർ ദിശയിൽ പരസ്പരം മറികടന്നാണ്ട് ഒരേ ദിശയിലാണെങ്കിലും എതിർ ദിശയിലാണെങ്കിലും ഇവയുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് വേണം ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാൻ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം ഓടിയാലേ അതിന് മറികടക്കാൻ പറ്റത്തുള്ളൂ. ഡിസ്റ്റൻസ് ആയിട്ട് ഇത് രണ്ട് നീളം കൂടെ ഓടണം. മനസ്സിലായല്ലോ? ഇനി 2 ട്രെയിനുകൾ ഒരേ ദിശയിലാണ് പരസ്പരം മറികടക്കുന്നത്. 2 ട്രെയിനുകളുടെ കേസ് ഒരേ ദിശയിലാണ് പരസ്പരം മറികടക്കുന്നതെങ്കിൽ അവയുടെ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം. ഒരേ ദിശയിലാണെങ്കിൽ വേഗതകൾ കുറയ്ക്കണം, എതിർ ദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടണം. ക്ലിയർ ആണല്ലോ? 2 വാഹനങ്ങൾ ഒരേ ദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കുറയ്ക്കണം, എതിർ ദിശയിലാണെങ്കിൽ വേഗതകൾ തമ്മിൽ കൂട്ടണം. നമുക്ക് ഇനി ചെയ്തു നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 വാഹനങ്ങളുടെ ഒന്ന് 64 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ഒന്ന് 46 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സമാന്തര പാതയിൽ എതിർ ദിശയിൽ ഒരേ ദിശയിൽ പരസ്പരം മറികടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവയുടെ വേഗത, സ്പീഡ് എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കണം. ഈ പറയുന്ന എത്രയാണ്? 64 46 നമ്മളുടെ വ്യത്യാസം 18 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. 18 കിലോമീറ്റർ പെർ അവർ. ഓക്കെ ആണേ. ഇനി എന്താണ് പറയുന്നത്? 18 കിലോമീറ്റർ പെർ അവർ. ഇനി എൻ്റെ ടൈം പറയുന്നുണ്ട് 2 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. ടൈം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ്. അപ്പോൾ മിനിറ്റിൽ തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഈ പറയുന്നത്, അത് മാത്രമല്ല എൻ്റെ ഓപ്ഷൻസ് എല്ലാം മീറ്ററിലുമാണ് തന്നേക്കുന്നതുകൊണ്ട് ഈ കിലോമീറ്റർ പെർ അവർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് അങ്ങ് മാറ്റണം. ഇവിടെ ഓൾറെഡി കിട്ടിയേക്കുന്നത് 18 കിലോമീറ്റർ പെർ അവർ എന്നാണ്. 18 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5/18. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് എന്താ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 18 × 5/18 എന്ന് എഴുതാം. 18 × 5/8. ഇവിടെ വെട്ടാ, ഈ 18 ഇവിടെ വെട്ടുമ്പോൾ 5 കിലോമീറ്റർ പെർ അവർ എന്നുള്ള 5 മീറ്റർ പെർ 18 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് 5 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറും. മനസ്സിലായോ? 1 മണിക്കൂറിൽ 18 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? 1 മണിക്കൂറിൽ 18 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 1 സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ വാഹനത്തിന്റെ വേഗത കിട്ടി 5 മീറ്റർ പെർ സെക്കൻഡ്. അത് കിട്ടി. ഇനി
ടൈം പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് എന്ന് പറയുന്നത് 2 മിനിറ്റ്. ഈ മിനിറ്റിനെ നമ്മൾ എന്തോട്ട് മാറ്റണം? ഇത് മീറ്റർ പെർ സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡിലേക്ക് അങ്ങ് മാറ്റണം. മിനിറ്റിനെ എങ്ങോട്ട് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം? 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡ്. 2 മിനിറ്റ് ആകുമ്പോൾ 120 സെക്കൻഡ്സ് എന്ന് കിട്ടും. 120 സെക്കൻഡ്സ്. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. അപ്പോൾ ട്രെയിനിന്റെ വേഗത 18 കിലോമീറ്റർ/അവർ ആണ്. അത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. ഇനി ടൈം 2 മിനിറ്റ് ആണ്. അതിനെ 120 സെക്കൻഡിലേക്ക് മാറ്റി. എങ്കിൽ ഇവ ഒരു ട്രെയിനിന്റെ നീളം പറയുന്നുണ്ട്. ഒരു ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 150 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്ര ആണെന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ചോദിക്കുമ്പോൾ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ്. ഓക്കെ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ടൈം ഇൻറ്റു സ്പീഡ് ആണ്. ടൈം ഇൻറ്റു സ്പീഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇവിടെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. 120 സെക്കൻഡ്സ്. 120 സെക്കൻഡ്സ്. ഓക്കെ, ഇൻറ്റു സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്. 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 മീറ്റർ പെർ സെക്കൻഡ്. ഈ സെക്കൻഡും ഈ സെക്കൻഡും കൂടെ അങ്ങ് ക്യാൻസൽ ആയി പോകും. 12 × 5 60 600 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടി? 600 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 18 കിലോമീറ്റർ/അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് ആക്കിയപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ്. ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് ആണ്. അതിനെ സെക്കൻഡിലേക്ക് മാറ്റിയപ്പോൾ 120 സെക്കൻഡ് എന്ന് കിട്ടി. ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു സ്പീഡ് ആണ്. ടൈം എന്ന് പറയുന്നത് 120 സെക്കൻഡ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ. അപ്പോൾ 120 × 5 എന്ന് വെച്ചാൽ 600 മീറ്റർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 മീറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 ട്രെയിനുകൾ ഇങ്ങനെ പരസ്പരം മറികടക്കുമ്പോൾ, 2 ട്രെയിനുകൾ ഇങ്ങനെ പരസ്പരം മറികടക്കുമ്പോൾ എടുക്കുന്ന ആകെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് 600 മീറ്റർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ ഒരു ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് 150 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഒരു ട്രെയിനിന്റെ നീളം എത്രയാണ്? 150 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്രയാണെന്ന് അറിയാൻ മൊത്തത്തിൽ 600 മീറ്ററാ. ഈ 600 മീറ്ററിൽ നിന്ന് ഒന്നാമത്തെ ട്രെയിനിന്റെ നീളമായ 150 മീറ്റർ നീളം അങ്ങ് കുറച്ചാൽ, 2 ട്രെയിനിന്റെ നീളമായ 600 മീറ്ററിൽ നിന്ന് ഒന്നാമത്തെ ട്രെയിനിന്റെ നീളമായ 150 മീറ്റർ നീളം കുറച്ചാൽ ബാലൻസ് വരുന്നത് 450 മീറ്റർ എന്ന് കിട്ടുന്നത്. എത്ര കിട്ടും? 450 മീറ്റർ. ഇതാണ് രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെ നീളം എത്ര കിട്ടി? 450. ശ്രദ്ധിച്ചോണം, ഈ കിട്ടുന്ന ഡിസ്റ്റൻസ് 600 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസാ. 2 ട്രെയിനും കൂടെ പരസ്പരം മറികടക്കാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 2നും കൂടെ മറികടക്കാൻ എടുക്കുന്ന ഡിസ്റ്റൻസ്. അതിൽ ഒന്നിന്റെ നീളം ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തിന്റെ നീളം 450 മീറ്റർ. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചേ, ഒന്നിന്റെ നീളം 150, രണ്ടാമത്തെ നീളം 450. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 600 കിട്ടുന്നത്. അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ട്രെയിൻ നീളം എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ബക്കറ്റിന്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് മുകളിൽ 50 സെന്റിമീറ്ററും താഴെ 32 സെന്റിമീറ്ററും വ്യാസമുള്ളതാണ്. 42 സെന്റിമീറ്റർ ഉയരമുള്ള വാട്ടർ ടാങ്കിന്റെ ശേഷി ലിറ്ററിൽ എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിവിടെ എന്നിട്ട് ഒരു പൈയുടെ വില പറയുന്നുണ്ട്, 22/7 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ എന്താണ് ഈ ഫസ്റ്റം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ബക്കറ്റ് ഇല്ല, ഇതാണ് ഈ സാധനമാണ് ഐറ്റം. ഓക്കെ, ഇതാണ് ഐറ്റം. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത്? ഇതിന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ 50 സെന്റിമീറ്റർ താഴെ 32 സെന്റിമീറ്ററും വ്യാസമുണ്ട് എന്ന് പറഞ്ഞ വ്യാസം, ഡയമീറ്റർ. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള മൊത്തം നീളം എന്ന് പറയുന്നതാണ് എത്ര? ഈ 50 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള ഈ നീളം എന്ന് പറയുന്നത് 25 ആയിരിക്കും. എന്ന് വെച്ചാൽ വലിയ R എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ തൊട്ടുള്ളത് ഈ മൊത്തം നീളം എന്ന് പറയുന്നതാണ് 32 സെന്റിമീറ്റർ. അപ്പൊ അതാ ഇതിന്റെ നടുക്കുന്ന ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള ഈ നീളം എന്ന് പറഞ്ഞാൽ ചെറിയ ആറാണ്. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 16 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി എന്താ പറയുന്നത്? ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്, ഹൈറ്റ്.
ഇത് അവർ പറയുന്നുണ്ട് എത്ര 42 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്, 42 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ്, ഇതിന്റെ കപ്പാസിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. മീൻസ് ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതിന്റെ വ്യാപ്തം നമുക്ക് വേണം. അത് ചെയ്യാനും വേണ്ടി വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട, നമ്മുടെ ഇക്വേഷൻസ് വേണ്ട. വലിയ ആറ് കിട്ടി, ചെറിയ ആറ് നമ്മൾ കണ്ട് പറയുന്നുണ്ട് 16 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഹൈറ്റ് പറയുന്നുണ്ട് എത്രയാണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 42 സെന്റിമീറ്റർ എന്നും പറയുന്നുണ്ട്. എങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ്. ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഇങ്ങനെയാണ് 1/3 പൈ എച്ച്, 1/3 പൈ എച്ച്. ഓക്കെ, 1/3 പൈ എച്ച് ഇൻറ്റു വലിയ ആറിന്റെ സ്ക്വയർ പ്ലസ് വലിയ ആറ് ഇൻറ്റു ചെറിയ ആറ് പ്ലസ് ചെറിയ ആറിന്റെ സ്ക്വയർ. മനസ്സിലായല്ലോ? 1/3 പൈ എച്ച് ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ആർ പ്ലസ് ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ അത് നമ്മുടെ ആൻസർ ആയി. ഇതാ നോക്കാം, 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എടുക്കാം, പൈയുടെ വാല്യൂ എടുക്കാം 22/7 എന്ന് കൊടുക്കാം, ഇൻറ്റു 22/7 ഇൻറ്റു ഹൈറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്ര, 42 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്, 42 സെന്റിമീറ്റർ ഇൻറ്റു 42 സെന്റിമീറ്റർ ഇൻറ്റു ആർ സ്ക്വയർ, ആരം എന്ന് വെച്ചാൽ 25ന്റെ സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ആർ, വലിയ ആർ എന്ന് വെച്ചാൽ 25, ചെറിയ ആർ എന്ന് വെച്ചാൽ 16 പ്ലസ് പിന്നെന്താണ് പറയുന്നത്, ചെറിയ ആറിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 16ന്റെ സ്ക്വയർ. ഇവിടെ ഒരു ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പോകും. നോട്ടോ നോക്കിയോ, 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 42 ഇൻറ്റു ഓക്കെ 25ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 625 പ്ലസ് 16 ഇൻറ്റു 25 400 പ്ലസ് 16ന്റെ സ്ക്വയർ 256. ഇവിടെ ഒരു ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതെല്ലാം കൂട്ടാം. ഇവിടെ വെട്ടും പോണ്ടേ, 1 7 7 6 7 42, 1 2 2 3 2 3 6. അപ്പൊ എന്താണ്, 1 22 22 2 44 ഇൻറ്റു ഇവിടെ വെട്ടി 7 വെച്ച് വെട്ടി, 1 7 7 6 7 42. ഈ 6നെ 2 വെച്ച് 3 വെച്ച് 2 കിട്ടി, 2 ഇൻറ്റു 22 44 ഇൻറ്റു 1 44. ഇനി എത്ര, ഈ 625ഉം 400 കൂടുമ്പോൾ 1025, 1225, 1275 81. അപ്പൊ എന്താ 1281 എന്ന് കിട്ടും. എത്ര കിട്ടി, 1281. 44 ഇൻറ്റു 1281 എന്ന് കിട്ടും. ഇവിടെ വരെ ഓക്കെ ആണല്ലോ? ഇവിടെ വരെ നമുക്ക് ഓക്കെ ആണ്. ക്ലിയർ ആണല്ലോ? ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 56 364 എന്ന് കിട്ടും. 364 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, 56 366. നിങ്ങൾ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 146 ഇൻറ്റു 1281 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, എത്ര 56,364 എന്ന് കിട്ടും. ഇത് സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ക്യൂബാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? 56,364 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ പല ക്ലാസ്സിലും സ്കൂൾ ടെക്സ്റ്റ് എടുത്ത സമയത്തൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. സ്കൂൾ ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, വ്യാപ്തത്തിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. നമ്മൾ 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ലിറ്റർ എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. അതേപോലെ തന്നെ 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ 1000 സെന്റിമീറ്റർ ക്യൂബാണ് 1 ലിറ്റർ. അപ്പോൾ ഇത് എത്ര ഉണ്ട്, 56,364 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര ലിറ്റർ എന്നാണ്. അപ്പൊ ഇതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലിറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ 1000 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്താണ്, 56,364 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കും. പോയിന്റ് കൊടുക്കുമ്പോൾ കിട്ടി
56.364 ലിറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 56.364 ലിറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ എന്താ, ഇത് ബക്കറ്റിന്റെ ആകൃതിയുള്ള ഒരു പാത്രമാണ്. അതിന്റെ എന്താണ് പറയുന്നത്, മുകളത്തെ വ്യാസം 50, അപ്പോൾ ആരം 25, താഴത്തെ വ്യാസം 32, അപ്പോൾ ആരം 16. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 42 സെന്റിമീറ്റർ. ഇതിന്റെ ഉള്ളളവ് അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1/3 പൈ h ഇൻറ്റു വലിയ ആറിന്റെ സ്ക്വയർ പ്ലസ് വലിയ ആർ ഇൻറ്റു ചെറിയ ആറ് പ്ലസ് ആർ സ്ക്വയർ, ചെറിയ ആറിന്റെ സ്ക്വയർ. നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ചില ഭാഷയിൽ കേരള എന്ന് OIVEPE എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. അതേ ഭാഷയിൽ ഒറീസ എന്നത് എങ്ങനെ സൂചിപ്പിക്കാം? ഇതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, കാര്യമൊന്നുമില്ല, വളരെ വലിയ മെനക്കേടേണ്ട ആവശ്യമൊന്നുമില്ല. നോക്കിയേ, KLMNO നാലാമത്തെ ലെറ്റർ, കെ കഴിഞ്ഞിട്ട് നാലാമത്തെ ലെറ്റർ ആണ് O. EFGHI നാലാമത്തെ ലെറ്റർ. ഓക്കെ, RSTUV നാലാമത്തെ ലെറ്റർ. എന്ന് വെച്ചാൽ ഓരോ ഈ ലെറ്റർ കഴിഞ്ഞിടത്ത് ഓരോ നാലാമത്തെ ലെറ്ററാണ് ഇവിടെ എഴുതി പോയിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടുത്തെ ഓരോ ലെറ്ററിന്റെ നാലാമത്തെ ലെറ്ററാണ് ഇവിടെ എഴുതുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ ഒറീസ ORISSA. ഓക്കെ, നമുക്കിതെങ്ങനെ എഴുതാം? O കഴിഞ്ഞിട്ട് OPQR. ഓക്കെ, RS നാലാമത്തെ ലെറ്റർ. S എന്ന് പറയുമ്പോൾ നാലാമത്തെ ലെറ്റർ. ഓക്കെ, RSTUV V എന്ന് പറയുമ്പോൾ അടുത്ത രണ്ടാമത്തെ ലെറ്റർ V, അടുത്ത ലെറ്ററും കിട്ടി. ഇവിടെ തന്നെ നമുക്കൊരു കാര്യം പറയാം. എസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻ ക്യാൻസലായി, ഈ രണ്ട് ഓപ്ഷൻസ് ക്യാൻസലായി. എസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് ക്യാൻസലായി. ഇനി ഈ എസ്സിൽ തുടങ്ങുന്ന ഈ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഇവിടെ S V. ഇനി അടുത്ത ലെറ്ററോടുകൂടി നമ്മുടെ ആൻസറാ ISTUV. ഐ കഴിഞ്ഞാൽ JKLM. ജെ വേണ്ട, ഐ ആണല്ലോ. ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ JKLM. ഓക്കെ, നാലാമത്തെ ലെറ്റർ JKLM നാലാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ M ആയിരിക്കണം അടുത്ത ലെറ്റർ വരേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? M വന്നപ്പോൾ തന്നെ നമ്മുടെ ആൻസർ ഇവിടെ ഓക്കെ ആയി. വേണ്ട, ഇവിടെ W ആണ്, ഇവിടെ M ആണ്. ഇനി പ്രത്യേകിച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. വേണ്ട, STUVW വേണ്ട, W. ഓക്കെ, അടുത്ത E ആണ്. ഓക്കെ ആണ്. ഓക്കെ, WEE. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കറക്റ്റായി. A കഴിഞ്ഞാൽ BCDE നാലാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് C ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ ഓരോ 4 ലെറ്റർ, ഓരോ ഈ തന്നേക്കുന്ന ഓരോ കഴിഞ്ഞ് നാലാമത്തെ ലെറ്റർ ഇതുമാണ് ഇവിടെ എഴുതി പോയിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ കുറുക്ക് വഴിയോ ആദ്യം കൂടുക രണ്ടാമത് കുറേ ഒന്നുമില്ല. എല്ലാം നാലാമത്തെ ലെറ്റർ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ആൻസർ C ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതെന്ന് പറയുന്നത്, ഒരു കുടുംബച്ചടങ്ങിനിടെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടി പറയുന്നു, എൻ്റെ അമ്മ അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. ആ സ്ത്രീക്ക് ആ പുരുഷനുമായുള്ള ബന്ധം എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇവിടെ ഉണ്ട്, ഒരു കുടുംബച്ചടങ്ങിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു മെന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ലേഡി പറയുമോ, ഒരു മെന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുമോ, ഓക്കെ, എൻ്റെ അമ്മ, ഓക്കെ, അവൻ്റെ അമ്മയുടെ ഏക മകളാണ്. അപ്പോൾ ഈ ലേഡിയുടെ അമ്മ എന്ന് പറയുന്നത്, ആരോ ഒരാൾ ഈ പുരുഷൻ്റെ ഈ നിൽക്കുന്ന ആളുടെ അമ്മയുടെ എന്ന് വെച്ചാൽ അമ്മ, മദർ. ഓക്കെ, ഈ അമ്മയുടെ ഏക മകളാണ്, അപ്പോൾ ഇയാളുടെ അമ്മയുടെ മകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇത് ഡോട്ടറാണ്. ഇപ്പോൾ ഇവർ തമ്മിൽ എന്താണ്, ഈ നിൽക്കുന്ന പുരുഷൻ്റെ അമ്മയുടെ ഏക മകൾ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ആങ്ങളെയും പെങ്ങളുമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇവരുടെ അമ്മയുടെ ഏക മകളായിട്ടുള്ള ഈ സ്ത്രീയാണ് ഈ ലേഡിയുടെ അമ്മ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, ഒരു സ്ത്രീ ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു മെന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവൻ്റെ അമ്മയുടെ ഈ പുരുഷൻ്റെ അമ്മയുടെ
ഏക മകൾ. അപ്പോൾ ഇവർക്ക് ഈ അമ്മയുടെ മകൾ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ എന്തുവാ, ഈ അമ്മയുടെ മകനാണിത്, ഈ അമ്മയുടെ മകൾ. ഈ അമ്മയുടെ മകൾ എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ അമ്മയാണ്. അപ്പോൾ എന്താണ്, ഇവർ തമ്മിൽ ആങ്ങളെയും പെങ്ങളുമാണ്. ഓക്കെ ആണല്ലോ, ബ്രദറും സിസ്റ്ററുമാണ്. അപ്പോൾ എന്താ, ഇവരുടെ പെങ്ങളുടെ മകളാണിത്, ഇവരുടെ പെങ്ങളുടെ മകൾ. മനസ്സിലായല്ലോ. നമ്മുടെയൊക്കെ പെങ്ങളുടെ മകൾ എന്ന് വെച്ചാൽ നമ്മൾ മരുമകൾ എന്നാണ് വിളിക്കാറുള്ളത്. പെങ്ങളുടെ മകൾ നമ്മൾ വിളിക്കുന്നവർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ മരുമകളാണ്. മനസ്സിലായല്ലോ, മരുമകൾ. ഓക്കെ, മരുമകളാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുകൂടെ പറയുക, ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറയുക, ഇവരുടെ അമ്മയുടെ ഏക മകൾ, ഇയാളുടെ അമ്മയുടെ ഏക മകൾ. അപ്പൊ ഇയാളുടെ അമ്മയുടെ മകളെന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ആങ്ങളെയും ഇവരുടെ മകളെന്ന് പറയുമ്പോൾ ഇത് അയാളുടെ മകനാണ്. അപ്പൊ ഈ സ്ത്രീയുടെ മകനും മകളുമാണ് ഇവര്. ഇവരുടെ മകളുടെ മകളുടെ മകളാണിത്. അപ്പൊ എന്താണ്, ഇവർ തമ്മിലുള്ള ആങ്ങളെയും പെങ്ങളുമാണ്. ഈ ആങ്ങളെയും പെങ്ങളുടെ ഈ പെങ്ങളുടെ മകളാണിത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മയുടെ സഹോദരൻ. യഥാർത്ഥത്തിൽ ഇത് അമ്മയുടെ സഹോദരനാണ്, അമ്മയുടെ സഹോദരൻ. ഈ അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഇയാളോട്ട് എന്ത് റിലേഷൻ എന്ന് പറയുമ്പോൾ അയാളുടെ പെങ്ങളുടെ മകളാണ്. പെങ്ങളുടെ മകള് മരുമകളാണ്. ഓപ്ഷൻ പ്രകാരം മരുമകളാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നതാണ്, MNO എന്നത് ഒരു നഗരത്തിലെ 3 പട്ടണങ്ങളാണ്. എമ്മിൽ നിന്ന് കിഴക്ക് 20 കിലോമീറ്ററും ഓയ്ക്ക് തെക്ക് 15 കിലോമീറ്ററും ആണ്. എന്നും ഓയ്ക്കും ഇടയിലുള്ള ദൂരം എത്ര? ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുണ്ട്. ഇത് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ, ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് മാറ്റിയേക്കുന്ന ക്വസ്റ്റ്യനാണ്. PSC തന്നെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനാണ് അവർ ആധികാരികമായിട്ടുള്ള ക്വസ്റ്റ്യനായിട്ട് എടുക്കുന്നത്. മലയാളത്തിലെ തെറ്റ് അവർ കൺസിഡർ ചെയ്യാറില്ല, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയൊരു മാറ്റമുണ്ട് ഈ ക്വസ്റ്റ്യനുമായിട്ടുള്ളത്. നാം നോക്കാം. MNO are 2 towns in a city if N is 20 kilometer to the east of M and O is 15 kilometer to the south of M. മനസ്സിലായി? ഈ മലയാള ക്വസ്റ്റ്യൻ പ്രകാരം N എന്നാണ് പറയുന്നത്, ഇവിടെ M ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ N ആൻഡ് O ഈസ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് MNO എന്ന് പറയുന്നത് 3 സിറ്റികളാണ്. MNO എന്ന് പറയുന്നത് 3 സിറ്റികളാണ്, ടൗൺസ് ആണ്. ടൗൺസ് ഇൻ എ സിറ്റി. ഇഫ് N ഈസ് 20 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് M എന്ന് പറയുന്നത്, N എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കാണ്. N എന്ന് പറയുന്നത് എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കാണ്. നമുക്ക് നോക്കാം. എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ കിഴക്ക്, ലെഫ്റ്റ് ഓക്കെ ആണ് N. ഇനി എന്താണ് പറയുന്നത്? ഇനി അടുത്ത ക്വസ്റ്റ്യനകത്ത് പറയുന്നത്, and O is 15 kilometer to south of M. എമ്മിൻ്റെ സൗത്ത് ഓഫ് M എന്ന് പറയുന്നത് എമ്മിൻ്റെ എത്ര കിലോമീറ്റർ ആണ്? 15 കിലോമീറ്റർ തെക്കാണ് ആരെന്ന് പറയുന്നത് O. അപ്പോൾ എമ്മിൻ്റെ 15 കിലോമീറ്റർ തെക്കെന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ടാണ് വരയ്ക്കേണ്ടത്, താഴോട്ട് തെക്ക്, സൗത്ത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനൊരു ഡയറക്ഷൻ ഇങ്ങനൊരു ഡയറക്ഷൻ വരച്ചാൽ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഡയറക്ഷൻ വരച്ചാൽ മുകളിൽ എപ്പോഴും വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 20 കിലോമീറ്റർ ഇതാണ് എം എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കാണ് N നിൽക്കുന്നത്. ഓക്കെ, എമ്മിൽ നിന്ന് എത്ര? 15 കിലോമീറ്റർ തെക്കാണ് എന്തെന്ന് പറയുന്നത്, Nൽ നിന്ന് 15 കിലോമീറ്റർ തെക്കാണ് O നിൽക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ N ആൻഡ് O. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ N ആൻഡ് O, ഈ Nഉം Oയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ ഈ ഡിസ്റ്റൻസ്. അപ്പോൾ എന്താ, എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കാണ് N. പിന്നെ അതേപോലെ തന്നെ എമ്മിൽ നിന്ന് എത്ര 15 കിലോമീറ്റർ തെക്കാണ് O എന്ന് പറയുന്നത്. ഇവിടെ ഈ മലയാള ക്വസ്റ്റ്യനകത്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ കിഴക്കാണ് N. എന്നിൽ നിന്ന് എത്രയാണ്? 15 കിലോമീറ്റർ തെക്കാണ് O എന്ന്. എന്നിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കാണ് O എന്നിട്ട് O N തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ചാൽ ആ 15 തന്നെ ആൻസർ വരത്തുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല അവർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എമ്മിൽ നിന്ന് 20 കിലോമീറ്റർ തെക്ക്.
കിഴക്ക്, എമ്മിൽ നിന്ന് 15 കിലോമീറ്റർ എന്താണ് തെക്കൊന്നുമാണ് പറയുന്നത്. എന്നിട്ട് എന്നും ഓയും തമ്മിലുള്ള ഡിഫറൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മട്ട ത്രികോണം കിട്ടുന്നുണ്ട്, ഒരു മട്ട ത്രികോണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മട്ട ത്രികോണം. ഈ മട്ട ത്രികോണത്തിന്റെ ഇതെന്ന് പറയുന്നത് ഇത് പാദം, ഇത് ലംബമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കർണമായ ഹൈപ്പോട്ടനീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടനീസ്, ഓക്കെ, അല്ലെങ്കിൽ കർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ അല്ലെ. ഹൈപ്പോട്ടനീസ് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വേണ്ട കർണം സമം റൂട്ട് ഓഫ് പാദം എന്ന് പറയുന്നത് 20 ആണ്, 20ന്റെ സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് 15 ആണ്, 15ന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 20ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 400 പ്ലസ് 15ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 225. റൂട്ട് ഓഫ് 625. 625ന്റെ റൂട്ട് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ. ക്വസ്റ്റിന് പറഞ്ഞ കിലോമീറ്റർ ആണോ മീറ്റർ ആണോ പറയുന്നത്? ഓക്കെ, കിലോമീറ്റർ ആണ്. ഓക്കെ, കിലോമീറ്റർ. ഓക്കെ, 15 കിലോമീറ്റർ ആണ്, 25 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്. ഈ എമ്മും എന്നും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതുകൊണ്ട് മലയാള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനൂടെ ഒന്ന് നോക്കിയേക്കണം. ഇത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 25 ആണ്. മലയാള ക്വസ്റ്റ്യൻ പ്രകാരം ഇവിടുന്ന് എന്നിൽ നിന്നാണ് 15 കിലോമീറ്റർ അകലെ. അപ്പോൾ എന്നും ഓയും തമ്മിലുള്ള അകലെ ഓൾറെഡി ആ പകലതായ ഇങ്ങനെ വന്നിട്ട് എന്നിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഓ എന്ന് പറയുമ്പോൾ ഈ 15 കിലോമീറ്റർ തന്നെയാണ് എന്നും ഓയും തമ്മിലുള്ള ഡിഫറൻസ് ആൻസർ വരുന്നത്. പക്ഷെ ഇങ്ങനെ അല്ല ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന എമ്മിൽ നിന്നാണ് 15 കിലോമീറ്റർ അകലെയാണ് ഓ എങ്കിൽ എന്നും ഓയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ക്വസ്റ്റ്യനകത്ത് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എ കോമ ബി കോമ സി എന്നിവയാണ് ഒരു പ്രദേശത്തെ 3 സ്ഥാപനങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂഷൻ എയിൽ ഓരോ 45 മിനിറ്റിലും, ഇൻസ്റ്റിറ്റ്യൂഷൻ ബിയിൽ ഓരോ 1 മണിക്കൂറിലും, ഇൻസ്റ്റിറ്റ്യൂഷൻ സിയിൽ ഓരോ 2 മണിക്കൂറും ബെല്ല് മുഴങ്ങുന്നു. 3 സ്ഥാപനങ്ങളിലും രാവിലെ 9:09 ആദ്യത്തെ ബെൽ മുഴങ്ങുകയാണ് എങ്കിൽ അവയെല്ലാം ഒരുമിച്ച് ഏത് സമയത്താണ് അടിക്കുന്നത്? ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ എന്താണ്? 3 സ്ഥാപനങ്ങളുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 3 സ്ഥാപനങ്ങളെ നോക്കണം. എ കോമ ബി കോമ സി ആണ്. അതിൽ ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എയിൽ ഓരോ 45 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ബെല്ലടിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ ബിയിൽ ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ബെല്ലടിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻ സിയിൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ബെല്ലടിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇങ്ങനെ ബെല്ലടിക്കുന്നത് രാവിലെ ഇവ ഒരുമിച്ച് 9 മണിയായപ്പോൾ ഒരുമിച്ച് അടിച്ചായിരുന്നു. ഇനി എപ്പോഴാണ് ഇവ ഒരുമിച്ചടിക്കുന്നത്? ഇത് എപ്പോഴും BSc ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. LCMനകത്തുനിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറെ കാര്യമൊന്നുമില്ല. ഒരു വ്യത്യസ്തമായ 3 അലാറം ക്ലോക്കുകൾ രാവിലെ 9 മണി 1 മണി പിന്നെ 45 മിനിറ്റ് കൂടുമ്പോഴും 1 മണിക്കൂർ കൂടുമ്പോഴും 60 മിനിറ്റ് അല്ല 120 മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോൾ ബെല്ലടിക്കുന്നു. ഇവ രാവിലെ 9 മണിക്ക് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇനി എപ്പോഴാണ് ഒരുമിച്ചടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ എപ്പോഴും BSc ചോദിക്കാറുള്ളത്. അതിൻ്റെ വേറെ രീതി തന്നെയാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇത് ഒരു കാര്യം നോക്കിയേ. ഒന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബെല്ലടിക്കുന്നത് 45 മിനിറ്റ് കൂടുമ്പോഴാണ്. രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ല് 1 മണിക്കൂർ കൂടുമ്പോഴാണ്. അതിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാൻ 60 മിനിറ്റ് എന്ന് എടുക്കാം. മിനിറ്റ് 60 മിനിറ്റ് കൂടുമ്പോൾ അടിക്കും. അടുത്തത് 2 മണിക്കൂർ കൂടുമ്പോഴാണ്. 2 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം? 120 മിനിറ്റ് എന്ന് എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഒന്ന് 45 മിനിറ്റ് കൂടുമ്പോൾ, ഒന്ന് 60 മിനിറ്റ് കൂടുമ്പോൾ, ഒന്ന് 120 മിനിറ്റ് കൂടുമ്പോൾ. നമ്മളിത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ 45ൻ്റെയും 60ൻ്റെയും 120ൻ്റെയും LCM കണ്ടെച്ചാൽ മതി. LCM ക്ലിയർ ആവുന്നുണ്ടല്ലോ? LCM കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60ൻ്റെ മൾട്ടിപ്പിൾ ആണ് 120. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 60നെ ഒഴിവാക്കി ചെയ്യാം. ഒഴിവാക്കിയിട്ട് 45ൻ്റെയും എന്തിൻ്റെയും മാത്രം കണ്ടാലും മതി, 120ൻ്റെ കണ്ടാൽ മതി. 60 കാണണമെന്ന് നിയമമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എത്ര വെച്ച് ഹരിക്കാം എന്ന് വെച്ചാൽ നമുക്ക് 5 വെച്ച് ഹരിക്കാം. 5 വെച്ച് ഹരിക്കുമ്പോൾ 9×5 45. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഈ 5 10 4×5 20. ക്ലിയർ ആണല്ലോ? ഈ 5 10 4×5 20. ഇനി വീണ്ടും നമുക്ക് എത്ര വെച്ചിരിക്കാം? 3 വെച്ചിരിക്കാം. 3 9 8 24. ക്ലിയർ ആവുന്നല്ലോ? ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിനെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഒന്നുമില്ല. ഇതെല്ലാം തമ്മിൽ ഗുണിക്കുന്നതാണ് ഇവിടെ LCM. ഇവയുടെ LCM എന്ന് പറയുന്നത് എത്ര? 5 × 3 × 3 × 8. ഓക്കെ, 3 9 8×5 40. 9 × 4 9 4 36
എന്ന് വെച്ചാൽ 360 മിനിറ്റ് കൂടുമ്പോൾ, ഓരോ 360 മിനിറ്റ് കൂടുമ്പോഴും ഇവ ഒരുമിച്ച് അടിച്ചുകൊണ്ടിരിക്കും. ഓരോ 360 മിനിറ്റ് കൂടുമ്പോഴും ഈ ബെല്ലുകൾ ഒരുമിച്ച് അടിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ 360 മിനിറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് മണിക്കൂറിലേക്ക് മാറ്റാം. കാരണം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാ. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാ. അപ്പൊ ഈ മണിക്കൂറിനെ മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും ഈ ബെല്ല് ഒരുമിച്ച് അടിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നില്ല? ഒരു ബെല്ല് 45 മിനിറ്റ് കൂടുമ്പോൾ, ഒന്ന് 60 മിനിറ്റ് കൂടുമ്പോൾ, ഒന്ന് 120 മിനിറ്റ് കൂടുമ്പോൾ. എങ്കിൽ അവ ഒരുമിച്ച് എപ്പോഴടിക്കുമെന്ന് അറിയാൻ അവയുടെ LCM കണ്ടാച്ചാൽ മതി. LCM കാണുമ്പോൾ 45ന്റെ 60ന്റെ 120ന്റെ LCM കാണുമ്പോൾ 60ന്റെ മൾട്ടിപ്പിൾ 120 ആയിട്ട് നമ്മൾ 60നെ ഒഴിവാക്കി 45ന്റെ 120ന്റെ മാത്രം കണ്ടു. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഉത്തരം എന്ന് വെച്ചാൽ 360 മിനിറ്റ് എന്ന് കിട്ടും. മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ. ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും ഇവ ഒരുമിച്ച് അടിച്ചുകൊണ്ടേ ഇരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ലാസ്റ്റ് ഇവ ഒരുമിച്ച് രാവിലെ 9 മണിക്കാണ് അടിച്ചതെന്ന് പറഞ്ഞു. 9 AM അടിച്ചു ആണല്ലോ. 9 AM ഒരുമിച്ച് അടിച്ചാൽ ഇനി ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും, അപ്പൊ 9 AM കൂടെ ഒരു 6 മണിക്കൂറൂടെ കൂടുമ്പോൾ 9 6 15 PM അല്ലെങ്കിൽ 15 മണിക്കായിരിക്കും ഇത് അടിക്കുന്നത്. 15 മണിക്കായിരിക്കും ഒരുമിച്ച് അടിക്കുന്നത്. 15 മണി മനസ്സിലായല്ലോ? 9 മണിക്ക് അടിച്ചു, ഓരോ 6 മണിക്കൂർ കൂടുമ്പോൾ ഇവ ഒരുമിച്ച് അടിക്കും. 9 6 കൂടുമ്പോൾ 15 മണി എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ 15 മണി എന്ന് പറയുന്നത് ഉച്ചക്കലത്തെ 3 മണിയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? എന്ന് വെച്ചാൽ 13 മണി എന്ന് വെച്ചാൽ 1 മണി, 14 മണി എന്ന് വെച്ചാൽ 2 മണി, 15 മണി എന്ന് വെച്ചാൽ 3 മണി. അപ്പൊ 15 മണി എന്ന് വെച്ചാൽ 3 PM ആണ് ആൻസർ. എത്രയാണ്? 3 PM ഇവ ഒരുമിച്ച് അടിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഈ 24 അവർ ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന ഉത്തരം 15 മണി എന്നില്ലയോ? ഇത് 24 അവേഴ്സ് ക്ലോക്കാ. ഇതിനെ 12 അവേഴ്സ് ക്ലോക്കിലേക്ക് മാറ്റാൻ ഈ 15 ഒരു 12 അങ്ങ് കുറച്ചാലും മതി. ആൻസർ 3 മണി എന്ന് കിട്ടും. മനസ്സിലായോ? 3 മണി എന്ന് വെച്ചാൽ 3 PM ആണ് കേട്ടോ. 3 PM ഇവ ഒരുമിച്ച് അടിക്കുക. രാവിലെ 3 മണിയാണെങ്കിൽ എന്തായിരിക്കും? 3 മണി എന്ന് തന്നെ കിട്ടും. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോഴാണ് 15 മണി. ഇപ്പൊ രാവിലെ 1 മണിക്ക് 1 മണി എന്ന, വെളുപ്പിന് 1 മണിക്ക് 1 മണി എന്ന് കിട്ടുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് 1 മണിക്ക് 13 മണി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? രാവിലെ 1 മണി എന്നാണെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ 1 മണി എന്ന് തന്നെ കിട്ടും. ഉച്ചയ്ക്ക് 1 മണിയാണ് 13 മണി. രാവിലെ 2 മണിയാണെങ്കിൽ നമുക്ക് 2 മണി എന്ന് തന്നെ കിട്ടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് 14 മണി എന്ന് പറയും. അതായത് രാവിലെ 3 മണിയാണെന്നുണ്ടെങ്കിൽ 3 മണി എന്ന് തന്നെ കിട്ടും. ഉച്ചയ്ക്ക് 3 മണിയാണെങ്കിലാണ് 15 മണി എന്ന് കിട്ടുന്നത്. അപ്പോൾ 15 മണി എന്ന് കിട്ടിയാൽ ഉച്ചയ്ക്ക് 3 മണിയാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാനും 24 മണിക്കൂർ ക്ലോക്കിനെ 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റാൻ ആ കിട്ടുന്ന ഉത്തരത്തിൽ 12 കുറച്ച് നോക്കിയാലും മതി. 3 PM എന്നുള്ള ആൻസർ കിട്ടും. നമ്മളുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ 3 PM ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? എന്നിട്ട് 14, 34, 133, 352 അടുത്ത പദം ഏത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത് നോക്കാം. നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ 6, 14, 34, 133, 352 അടുത്ത പദം ഏതാ? അത് നോക്കണം. 2ന്റെ ക്യൂബ് പ്ലസ് 6. 2ന്റെ ക്യൂബ് എത്ര? 8. 8 പ്ലസ് 6 14. അതാണ് ആദ്യത്തെ സംഖ്യ. അടുത്തത് 3ന്റെ ക്യൂബ് പ്ലസ് 7. 3ന്റെ ക്യൂബ് പ്ലസ് 7. 3ന്റെ ക്യൂബ് എത്ര? 27 പ്ലസ് 7. മനസ്സിലായല്ലോ? 27 പ്ലസ് 7 എത്ര? 34 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അവിടെ രണ്ടാമത്തെ പദം കിട്ടി. ഓക്കെ, അടുത്ത പദം 5ന്റെ ക്യൂബ് പ്ലസ് 8. 5ന്റെ ക്യൂബ് പ്ലസ് 8. അത് 6 കൂടി 7 കൂടി അടുത്ത എത്ര? 8 കൂടി 5ന്റെ ക്യൂബ്. 5ന്റെ ക്യൂബ് എത്ര? 125 പ്ലസ് 8 133. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത് എത്ര? 7ന്റെ ക്യൂബ് പ്ലസ് 9. 7ന്റെ ക്യൂബ് എത്ര? 343 പ്ലസ് 9 സമയത്ത് കിട്ടി 352 കിട്ടി. 352. നിങ്ങൾ നോക്കിയേ, 2ന്റെ ക്യൂബ് പ്ലസ് 6, 3ന്റെ ക്യൂബ് പ്ലസ് 7, 5ന്റെ ക്യൂബ് പ്ലസ് 8, 7ന്റെ ക്യൂബ് പ്ലസ് 9. ഈ 2, 3, 5, 7 ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഇതെല്ലാം അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതെല്ലാം അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പറാ. അപ്പോൾ 2ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, 7ന്റെ ക്യൂബ്. അപ്പോൾ അടുത്ത വരാൻ പോകുന്ന പ്രൈം നമ്പർ എത്ര ആയിരിക്കണം? 11 ആയിരിക്കണം. ഈ 11ന്റെ ക്യൂബിന്റെ കൂടെ എത്ര കൂട്ടണം?
6, 7, 8, 9 അടുത്തപ്പോൾ 10 അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, 11ന്റെ ക്യൂബ് എത്ര? 1331. 11ന്റെ ക്യൂബ് എത്ര? 1331. അതിന്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ മതി? ഒരു 10 കൂടെ കൂടുമ്പോൾ 1341. 1341 നമ്മളുടെ ഡി ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡി ഓപ്ഷൻ. നമുക്ക് അപ്പൊ എന്താണ്? 2ന്റെ ക്യൂബ് പ്ലസ് 6, 3ന്റെ ക്യൂബ് പ്ലസ് 7, 5ന്റെ ക്യൂബ് പ്ലസ് 8, 7ന്റെ ക്യൂബ് പ്ലസ് 9. ഓക്കെ, അഭാജ്യ സംഖ്യകളുടെ ക്യൂബ് എടുത്ത് കൂട്ടി പോവുക. അപ്പൊ 11ന്റെ ക്യൂബ് പ്ലസ് 10 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1341 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഓരോരുത്തർക്കും ഇത് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ആവറേജ് താഴെയുള്ളൊരു വിദ്യാർത്ഥിക്ക് ഇതൊരു 5 മാർക്കോളം പിടിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ഏകദേശം ആവറേജോളം ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് ഒരു 6 മുതൽ 7 മാർക്ക് വരെ പിടിക്കാം. അത്യാവശ്യം കണക്കറിയാവുന്നതിന് എന്തെടുക്കാം? 10 മാർക്ക് വരെയും കണക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു കുറച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് 10ൽ 10 പിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് എന്ന് പറയുന്നത്. ഇനി ഒരു ആവറേജ് വിദ്യാർത്ഥി ഒരു 7 മാർക്ക് വരെ ഇതിനകത്ത് നിന്ന് സ്കോർ ചെയ്യും. മനസ്സിലായല്ലോ? അത്ര വലിയ പാടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇല്ലായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഓക്കെ, ബൈ.